കർമ്മങ്ങൾ ചെയ്യേണ്ടത് അടിമയുടെ ബാധ്യതയാണ്. ഇന്നലെ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു, ഇനിയും ധാരാളം കാണാൻ കഴിയും. ഉദാഹരണം, രണ്ടാൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടി സലാം പറഞ്ഞു മുസാഫഹത്ത് ചെയ്താൽ രണ്ടുപേരുടെ കൈകൾ പിരിയുന്നതിന് മുമ്പ്, വേർപിരിയുന്നതിന് മുമ്പ് ഉണങ്ങിയ മരത്തിൽ നിന്ന് എങ്ങനെയാണോ ഇലകൾ, പഴുത്ത ഇലകൾ കുടിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ സാധാരണ ഒരു മരത്തിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ എങ്ങനെയാണോ താഴെ വിടുന്നത്, അതുപോലെ ഇവന്റെ ദോഷങ്ങളൊക്കെ കുടിഞ്ഞു പോകുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഗ്ഫിറത്തിന്റെ ഒരു കാരണം അത്. മറ്റൊന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു ഫഇന്നഹു മൻ വാഫഖ തഅ്മീനഹു തഅ്മീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ വലല്ലാഹി പറഞ്ഞ് ഒറ്റടിക്ക് അല്ലെങ്കിൽ കടിയലോടുകൂടെ ആമീൻ പറയാതെ ഇമാമിന്റെ ആമീനോടൊപ്പം മഅ്മൂമിങ്ങൾ ആമീൻ പറഞ്ഞാൽ അത് ചെറിയൊരു സക്കത്ത ഒഴിവുണ്ടാകും. ആ ഗ്യാപ്പിൽ ഇമാം ആമീൻ പറയുമ്പോൾ ഇമാമിന്റെ ആമീനോടുകൂടെ മഅ്മൂമിന്റെ ആമീൻ ഒത്തുവന്നാൽ ഹദീസ് ഓർമ്മപ്പെടുത്തുന്നത് മലായിക, മലക്കിന്റെ ആമീനോട് ഇവന്റെ ആമീൻ ഒത്തുവന്നു. അങ്ങനെ വന്നാലോ അവന്റെ കഴിഞ്ഞു പോയ ദോഷങ്ങളൊക്കെ അല്ലാഹു കൊടുക്കും. മഗ്ഫിറത്ത് കിട്ടാനുള്ള മറ്റൊരു വഴി. ഇനിയും ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനമാണ് വിശ്വാസിയെ സംബന്ധിച്ച് പരിശുദ്ധമായ ജുമുഅ. അവിടെ ഈ ഹദീസ് പറയുന്നുണ്ട്, ഒരാൾ വുളൂ ചെയ്തു, ഹദീസ് വ്യക്തമായി പറഞ്ഞു നന്നാക്കി. നന്നാക്കാന്ന് പറഞ്ഞാൽ ഒറ്റ സുന്നത്ത് ഒഴിവായില്ല, കറാഹത്തൊന്നും വന്നില്ല, ഇത് നോക്കുമ്പോൾ അറിവും പത്താറൊന്നുമില്ല, അന്നാലും മുമ്പ് പോകാൻ ഞാൻ ഒരുങ്ങാൻ എന്ന നെയ്യത്തോടെയാണ് അവൻ ഒന്നുണ്ടാക്കുന്നത്. അങ്ങനെ ഉദു ചെയ്ത് പിന്നെ അവൻ ജുമുഅക്ക് പോയി. അവൻ ശ്രദ്ധയോടെ ഖുതുബ ശ്രമിച്ചു. അവൻ കാരണമായി ആരുടെയും കണ്ടു ചാടി കടന്നില്ല, ആർക്കും പ്രയാസം അവൻ ഉണ്ടാക്കിയില്ല. ഇങ്ങനെ ഒരാൾ ജുമുഅക്ക് പോയി തിരിച്ചു വന്നാൽ ആ ജുമുഅന്റെയും അടുത്തൊരു ജുമുഅന്റെയും ഇടയിലുള്ള ഭാവങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, സിയാദത്തു സലാസത്തി അയ്യാമിൻ, 3 ദിവസം അധികം കിട്ടും. ഈ വെള്ളിയാഴ്ച ഇങ്ങനെ നിർവഹിച്ചാൽ അടുത്ത വെള്ളിയാഴ്ചയും അത് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കൂടി അധികം കിട്ടും എന്ന് ഹദീസ് ഓർമ്മപ്പെടുത്തുക. അപ്പൊ മഗ്ഫിറത്ത് കിട്ടുന്ന വളരെ സിമ്പിളായി റിസ്ക് ഇല്ലാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഏറ്റവും ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് സൂചിപ്പിച്ചത്. ഏതായിരുന്നാലും ഈ 10 ദിവസം അള്ളാഹു റമദാൻ തന്നെ ദോഷം കൊടുക്കാനാണ്. അതിലുപരി മഗ്ഫിറത്തിന് വേണ്ടി മാത്രം അള്ളാഹു ഒരു 10 ദിവസം അള്ളാഹു നൽകി. എന്നിട്ടും നമ്മുടെ പാപം പൊലിക്കാൻ സാധ്യമായില്ല എങ്കിൽ റമദാനിൽ നിന്ന് ഒരാൾക്ക് കിട്ടുന്ന ലാഭം, ഏതൊരു സംഗതി ഇടുക്കട പണിക്കോ ലാഭം നോക്കലും മെച്ചമുണ്ടോ നോക്കും. റമദാനിൽ നമുക്ക് ലഭ്യമാകാനുള്ള ലാഭം എന്ന് പറയുന്നത് മഗ്ഫിറത്താണ്, ദോഷം കൊടുക്കലാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു നമ്മുടെ ഇബാദത്തുകളൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. ആമീൻ. ഇന്നത്തെ ഇഫ്താർ കൊണ്ടുവന്നവർ, കാപ്പി കൊണ്ടുവന്നവർ, അവർക്കൊക്കെ നീ വലിയ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കുടുംബത്തിന് ഖൈർ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹു അവരുടെയൊക്കെ വരുമാന മാർഗ്ഗം നീ മുമ്പിച്ച് ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവർക്ക് മരണപ്പെട്ടു പോയവർ ആരൊക്കെയുണ്ടോ ഈ ഖബർസ്ഥാനിലാണെങ്കിലും മറ്റു ഖബർസ്ഥാനിലാണെങ്കിലും എല്ലാവരുടെ ഹദറത്തിലേക്കും അവർ ചെയ്ത ഹദിയയുടെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇതിന്റെ സവാബ് കാരണമായുള്ള ബർക്കത്തായ ജീവിതം സുഖകരമാക്കണേ അല്ലാഹ്. ഇതുപോലെ ഞങ്ങൾ മൺപറഞ്ഞു പോയ എല്ലാവരും ഈ ദുആയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.